ഞാൻ ഈ ചർച്ചയിൽ ബഹുമാനപ്പെട്ട വസന്ത് ശ്രീക്കരോട് ചോദിക്കുന്നു, ആദ്യഘട്ടത്തിൽ നിങ്ങളുടെ പ്രതിപക്ഷ നേതാവിനെ പിന്തുണയ്ക്കുന്ന ഒരേ ഒരാൾ ആരെങ്കിലും നിങ്ങളുടെ പാർട്ടിയിൽ ഉണ്ടെന്ന എൻ്റെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഇങ്ങനെ ടാർപോളിൻ കൊണ്ട് ഇസ്ലാം മതത്തിൻ്റെ എല്ലാ ആരാധനാലയങ്ങളും മൂടണമെന്ന യു പിയിലെ ആദിത്യനാഥിൻ്റെ ഉത്തരവിനെതിരെ രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രസ്താവന കാണിച്ചു തരാമോ? അതേസമയം കേരളത്തിനകത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എല്ലാ മതവിശ്വാസികൾക്കും അവരുടെ അഭിമാനം ഉയർത്തിപ്പിടിച്ച് മതസ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ അവസരം കൊടുക്കുന്നു. എന്നിട്ട് നിങ്ങൾ പിണറായി വിജയനെക്കുറിച്ച് LDF-നെ കുറിച്ച് എന്താ പറയേണ്ടത്? ഞങ്ങൾ RSSനെ പിന്തുണയ്ക്കുകയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ RSSനെതിരെ നിശബ്ദമല്ലേ? രാജസ്ഥാനിൽ 2 മാസം പ്രായമുള്ളൊരു പിഞ്ചു കുഞ്ഞിനെ പോലീസ് ചവിട്ടിക്കൊന്നു, BJP-യുടെ പോലീസ്. വൃദ്ധക്കാരായിട്ട് അവിടെ പോയി. രാഹുൽ ഗാന്ധി പോയോ? ഇന്ന് പ്രിയങ്ക ഗാന്ധി ഇവിടെ വന്നു എന്ന് കേട്ടു. അവർ പോയോ? അവരെന്തുകൊണ്ട് ഇവിടെ വരുന്നു? എന്തുകൊണ്ട് രാജസ്ഥാനിൽ പോകുന്നില്ല? ഇവിടെ വരാൻ പാടില്ല എന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല. പിന്നെ എന്തോ ഇവിടെ പറയുന്നത് കേട്ടു, വന്യമൃഗശല്യം. വന്യമൃഗശല്യം എന്ന് പറയുമ്പോൾ പശുവിനെ വളർത്തല്ല, കടുവയെ വളർത്തുക. ടൈഗർ റിസർവ്. ആരുടെ പണിയായത്? ആരാ തുടങ്ങിയത്? അത് ഇന്ദിരാഗാന്ധിയുടെ നിയമമാണ്. ഇവിടെ പുലി വളർത്തും, പശുവിനെ മറ്റേ കടുവയെ വളർത്തും, ആനയെ വളർത്തും എല്ലാം കൂടെ നടപ്പാക്കുന്നത് എന്താണ്? മിനിങ്ങാന്ന് മാതൃഭൂമിയിൽ വാർത്തയുണ്ടായിരുന്നു. കുടകിൽ നിന്നും 773 ഗുണ്ടയാനകളെ നാട് കടത്തുന്നു. കുടകിൽ നിന്നും 773 ഗുണ്ടയാനകളെ നാട് കടത്തുന്നു. നമുക്ക് ചർച്ച ചെയ്യാം, ഈ കുടകിലെ ഗുണ്ടയാനകളെ പിണറായി വിജയൻ വളർത്തുന്നതാണോ? കർണാടകത്തിലാണ് കേട്ടോ. ഒരു അരിക്കൊമ്പനല്ല, 773 അരിക്കൊമ്പൻ. ഈയിടെ ഈ കോൺഗ്രസ്സുകാർ ഒരു ജാഥ നടത്തിയല്ലോ, സമരം നടത്തിയല്ലോ വണ്ടിപ്പെരിയാറിൽ. എന്തായിരുന്നു സമരം? ആന ചവിട്ടിക്കൊന്ന ഒരു സ്ത്രീയെ കാട്ടിനുള്ളിൽ വെച്ച്. സത്യം എന്തായിരുന്നു? ആ സ്ത്രീയെ അവരുടെ ഭർത്താവ് തലക്കടിച്ചു കൊന്നതാണ്. ഇതാണ് കോൺഗ്രസ്. ഒരു കോൺഗ്രസ്സുകാരൻ വേറൊരു കോൺഗ്രസ്സുകാരിയെ ഭാര്യയെ തലക്കടിച്ചു കൊന്നാൽ ഉടനെ കോൺഗ്രസ്സുകാർ കയറി ഇറങ്ങി ഇത് വന്യമൃഗശല്യ എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനും വളയും, അല്ലെങ്കിൽ റോഡ് തടയും. ഈ നാടകമൊക്കെ, ഈ ഷോയൊക്കെ നടക്കുന്ന നിങ്ങളുടെ റീൽസ് പാർട്ടി ഉണ്ടല്ലോ, റീൽസ് കോൺഗ്രസ്, ഇവിടുത്തെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. DYFIക്കാർ 25 വീട് പ്രഖ്യാപിച്ചു. DYFIക്കാർ 25 വീട് പ്രഖ്യാപിച്ചിടത്ത് 100 കൊടുത്തു. DYFIക്കാർ വീട് കൊടുത്തില്ലായിരുന്നു. എന്തായിരുന്നു മാധ്യമങ്ങളിലെ അംഗം പൂരം? യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ച വീട് എവിടെ? അതുകൊണ്ട് റീൽ കോൺഗ്രസ് ഉണ്ടല്ലോ, റീലിട്ട് കളിക്കുന്ന കോൺഗ്രസ് ഉണ്ടല്ലോ, വ്യാജന്മാരുടെ കോൺഗ്രസ്. ആ വ്യാജന്മാരുടെ കോൺഗ്രസ് അവരോട് ഞങ്ങൾ പറയുകയാണ്, നിങ്ങളുടെ ഈ കള്ളക്കളികൾ മുഴുവൻ പിടിക്കപ്പെട്ട, തൊണ്ടി സഹിതം പിടിക്കപ്പെട്ട മണ്ണാണ് നിലമ്പൂർ. ആ നിലമ്പൂരിൻ്റെ പുതിയ തിരിച്ചറിവ് സ്വരാജ് എന്ന് പറയുന്ന ഉജ്ജ്വലമായ വ്യക്തിത്വം. ഇവിടെ ഒരു വാക്കുകൂടെ പറയാം. ഏതാണ്ട് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ ഞങ്ങൾ വൈകിന്ന്. ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എപ്പോഴാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത്? ഇവരാ തീരുമാനിക്കുന്നത്. ഞങ്ങളുടെ ആരുടെ പതിവാതിക്കൽ കയറി ഇറങ്ങി പറഞ്ഞാൽ മതി. ആരുടെ PSJയുടെ പടിവാതിക്കൽ വന്നു ജോയി പറഞ്ഞോട്ടെ. PSJയുടെ പടിവാതിക്കൽ വന്നു എന്ന് ജോയി അങ്ങ് പറഞ്ഞോട്ടെ. ജോയിയുടെ കുടുംബാംഗങ്ങളിവിടെ എന്താ നിലവിളിച്ച് കിടക്കുകയാണ് കേട്ടാ. വസന്ത് ശ്രീക്കരോട് ഞാൻ പറയുകയാണ്, ഞാനിപ്പോൾ നിലമ്പൂരുണ്ട്. PSJയുടെ കുടുംബാംഗങ്ങളും ബന്ധുക്കളെ ഞങ്ങൾ കാണുന്നുണ്ട്. ഞങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ചങ്കു പറിച്ചെടുക്കുന്നത് പോലെ BSJയ്ക്ക് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചുകൊണ്ട് ഈ സ്ഥാനാർത്ഥി, നിങ്ങളുടെ സ്ഥാനാർത്ഥി, ഈ സീറ്റ് പിടിച്ചെടുത്തത്? 2, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവിടെ മത്സരിച്ച കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പ്രകാശൻ, അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലേക്ക് കയറി വരുമ്പോൾ ആ പ്രകാശൻ്റെ കൈതട്ടി മാറ്റി, ആ പ്രകാശനെ കാലുവാരി മനോവിഷമമുണ്ടാക്കി ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടയാളല്ലേ UDFൻ്റെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി. ഇതൊക്കെ നിലമ്പൂരിലെ ആളുകൾക്കറിയാം. അതുകൊണ്ട് പത്രക്കാരെ കാണാതെ ഒളിച്ചോടുന്ന UDFൻ്റെ സ്ഥാനാർത്ഥിയാണോ നീ നാട്ടിൽ നിന്നിട്ട് മുമ്പ് നിൽക്കുന്നു പറയുന്നത്? നിലമ്പൂർ വന്ന് നാട്ടുകാരുടെ വികാരങ്ങൾ കാണൂ. അവിടെ UDFന് രക്ഷപ്പെടാനാവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.